തിത്തോസ് 2 11 തൊട്ട് ആ 14 വരെ വന്നത് വായിച്ചുണ്ട്. ആ വായിക്കുക. തിത്തോസ് വേദവനങ്ങളൊക്കെ മറിച്ചു മറിച്ച് പഠിക്കണമെന്ന് എല്ലാ മനുഷ്യനെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കാര്യത്തിന് വീട്ടിൽ ചെന്നിട്ട് കുറെ സമയം ഇതുപോലെ കാണാപ്പുറം പഠിക്കുക. ആദ്യത്തെ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഇല്ലേ? പഴയ നിയമങ്ങളിൽ ആദ്യത്തേത്, രണ്ടാമത്തെ എന്താണ്, മൂന്നാമത്തെ എന്താണ്, ഇങ്ങനെ ആലോചിച്ച് വന്നിട്ട് രാത്രി കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? കടം പൊട്ടി കിടന്നിട്ട് ഇതൊന്ന് ആലോചിച്ച് നോക്കുക. പുതിയ നിയമത്തിൽ ആദ്യം എന്താണ്? യോഹന്നാനാണ്? മത്തായിയാണ്? മത്തായി. രണ്ടാമതാരാണ്? മാർക്കോസ്. മൂന്നാമതാരാണ്? ലൂക്ക. നാലാമതാരാണ്? യോഹന്നാൻ. കണ്ടോ? അവിടെ വെച്ചത്. പിന്നെന്താണ് തുടങ്ങുന്നത്? അപ്പോസ്തലൻ. ഈ അപ്പോസ്തല പ്രവർത്തനം നമ്മളിപ്പോ തുടങ്ങിയിരിക്കണം. മനസ്സിലായ? അന്ന് കഴിഞ്ഞ് തിരികെ തുടങ്ങിയിരിക്കുക നമ്മള്. കണ്ടോ? അതാണ് കൃപ. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ പോലെ നമ്മളുടെ മരണം രക്തചിന്തയായിരിക്കും. അതാണ് ഈ കൃപ എന്നാൽ. പേടിയുണ്ടോ? പേടിയുള്ളവരൊക്കെ വേഗം പോവും. ഞാൻ പണക്കാരത്തിയാണ് എന്നും പറഞ്ഞ് ഇതൊക്കെ എടുത്തിട്ട് പോയിട്ടില്ല. ഞാൻ പണക്കാരനാണ്, ഇരിക്കാം. കണ്ടോ? അതുകൊണ്ടാണ് പണക്കാരും നല്ല സ്പിച്ച് ജീവിക്കുന്നവർ എങ്ങോട്ടാണ് പോകുന്നത്? അതെങ്ങനെ പോകും? സമാധാനത്തോടെ. ജോബ് 21:13 അങ്ങനെ പോണോ? നല്ല തീറ്റിയും കൂട്ടിയും ഒക്കെ കിട്ടിയിട്ട് പാതാളത്തിലോട്ട് പോണോ? പാതാളം ആരുടെയാണ്? മറ്റവന്റെ സ്ഥലമാണ് കേട്ടോ. നല്ല തീ കൂട്ടിയിട്ടൊന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ പാതാളം എന്താ അങ്ങോട്ട് പോകും. അല്ലാത്തവരോ വെളിപാട് 3:21 പോകും. ഇതെല്ലാം വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, ഇതെല്ലാം ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ സഭകൾ, ഓരോ സഭകളിലും ഇത്രയും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എത്ര വിശുദ്ധരാണ്! പല വിശുദ്ധരുടെ പേര് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. വിശുദ്ധരാർക്കും വേണ്ട. കണ്ടോ? നമ്മൾ വിളിച്ചിരിക്കുന്ന എഫേസസ് 4:12-13 വാക്യത്തില് നമ്മുടെ പ്രവർത്തനം വിശുദ്ധരെ സൃഷ്ടിക്കലാണ്, വിശുദ്ധരെ ഉണ്ടാക്കലാണ് ലോകത്തില്. അതിനാണ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ തോത്രക്കാഴ്ച പാടിക്കാനും കഴിവെക്കാനും ഒന്നുമല്ല. വിശുദ്ധരെ സൃഷ്ടിക്കാനും വചനം തന്ന് വചനത്തിൽ കൂടി വചനത്തിന് ശക്തി അറിഞ്ഞ് വചനം മാംസമായി യോഹന്നാൻ 1:14 വചനത്തിൽ നിങ്ങൾ വരണം. നിങ്ങൾ വചനം വന്ന് മാംസമാവുമ്പോൾ പഴയ ആള് മാറിപ്പോവും. അതാ പൗലോസ് പറഞ്ഞ 2 കൊരിന്ത്യർ 5:17 പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം പോയി. ഈ പഴയ ഭാവം പറഞ്ഞിട്ട് നടക്കുമോ? ഇല്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഓർമ്മയില്ല, എല്ലാം പോയി, മറന്നുപോയി. ദൈവം എടുത്ത് മനുഷ്യനെ കളഞ്ഞു. കണ്ടോ? 65:17-25 വാരത്തില് പുതിയ സൃഷ്ടിയാണ്. ഉണ്ടോ? എല്ലാവരും. അത് ഇനി ദുഃഖം ഉണ്ടാവുമോ? കണ്ടോ? അതാണ് ആ പ്രവാചകൻ 11:5-10 വരത്തില് ആരൊക്കെ ഒന്നിച്ചു കിടക്കുന്നു വായിക്കുക. അമ്മായിയും മരുമകളും കൂടി ഇപ്പൊ കിടക്കുക. ഒന്ന് മരുമകൾ വന്ന് അമ്മായിമ്മയുടെ കൂടെ കിടത്തുമോ? അമ്മായിമ്മ ഈശോ വന്നാലോ മോളെ നീ കിടക്കുമെന്ന് പറയും. ഇല്ലേ? അല്ലെങ്കിൽ വേറെ ആളായിട്ടേ കാണുള്ളൂ. അവിടെ നിങ്ങളാണെങ്കിലോ തന്റെ പുറത്തിടും. ഇല്ലേ? മരുമാൻ അടുത്തെങ്ങാനും വന്ന് കാണാൻ വേണ്ടി ചിലപ്പോ അല്ലേ അവൻ കുടിക്കണമെന്നും പറഞ്ഞു. മരുമാൻ അവൻ കുടിക്കും. ആരുണ്ട്? അവിടെയാണ് നിലവിളിക്കുന്നത്, എന്റെ കർത്താവേ. എവിടെയാണ്? സംഗീതത്തിന് അത് കർത്താവെ എന്ന് വിളിക്കട്ടെ. ഇത് സംഗീതം 107:10-20 സംഗീതം 30 വായിച്ചെന്റെ എന്റെ കർത്താവെ. ക്രിസ്ത്യന്റെ ഹൃദയാന്തര ഭാവത്തോട് പാപം വന്നിരിക്കുന്നു. അവന്റെ നോട്ടത്തിൽ ദൈവഭയത്തിന് സ്ഥാനമില്ല. തന്റെ ദുഷ്ടത കണ്ടുപിടിക്കുകയോ വെറുക്കപ്പെടുകയില്ലെന്ന് അവൻ അഹങ്കരിക്കുന്നു. അവന്റെ വായിൽ വരുന്ന വാക്ക് ദുഷ്കർമ്മവും വഞ്ചനയുമാണ്. സംഗീതം 38 അത് വായിച്ചാൽ ഒന്നും ശക്തി കിട്ടും. കാരണം ഒരു രോഗിയുടെ അവസ്ഥയാണ്. പാപം ചെയ്ത കൊണ്ടാണ് രോഗികളായി മാറുന്നത്. കണ്ടോ? കർത്താവേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ.
അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത്. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞു തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം മൂലം എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. എന്റെ പാപനിമിത്തം എന്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. എന്റെ അകത്യങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു. അതെനിക്ക് താങ്ങാനാവാതെ ചുമടായിരിക്കുന്നു. എന്റെ പോഷത്വം മൂലം എന്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞു നിലപ്പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു. എന്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് കൊള്ളുന്നു. എന്റെ ശരീരത്തിൽ തീരെ സൗഖ്യമില്ല. ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭ നിമിത്തം ഞാൻ നെടുവപ്പെടുന്നു. കർത്താവേ, എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ. എന്റെ സ്നേഹങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്റെ ഹൃദയം തുടിക്കുന്നു. എന്റെ ശക്തി ക്ഷയിക്കുന്നു. കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു. കുറ്റവർ അകന്നു മാറുന്നു. എന്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു. എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെ പറ്റി സംസാരിക്കുന്നു. അവർ ദിവസം മുഴുവനും വഞ്ചന നയിക്കുന്നു. ഞാൻ ബദിറിനെ പോലെയാണ്, ഒന്നും കേൾക്കുന്നില്ല. വാ തുറക്കാത്ത മൂകനെ പോലെ ഞാൻ, ചെവി കേൾക്കാത്തവരെ പോലെയാണ് ഞാൻ, ഒരു മറുപടിയും പറയുന്നില്ല. കർത്താവെ, അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്റെ ദൈവമായ കർത്താവെ, അങ്ങാണ് എനിക്ക് ഉത്തരമല്ലേണ്ടത്. ഇതാണ് എന്റെ പ്രാർത്ഥന. എന്റെ കാലുകൾ വഴുകുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെപ്പറ്റി സന്തോഷിക്കാൻ ഇടയാക്കരുത്. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു. വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഞാൻ എന്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു. എന്റെ പാവത്തെപ്പറ്റി അനുഭവിക്കുന്നു. അകാരണമായി എന്റെ ശത്രുക്കളായിട്ടുള്ളവർ ശക്തരാണ്. അന്യായമായി എന്നെ വരുത്തുന്നവർ അനേകരത്രേ. നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്തു. ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എന്റെ വിരോധികളായത്. കർത്താവേ, എന്നെ കൈവിടരുത്. എന്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എന്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. എല്ലാ സങ്കീർത്തനങ്ങളും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും. ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് അവരവരുടെ അനുഭവമാണ്. സകലം ഇതെല്ലാം ദാവീദ് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. സകലതും അതിൽ കൂടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കും. ആത്മീയ ജീവിതം വരുമ്പോൾ, ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അനുഭവിക്കും. സകലതും അനുഭവിച്ചുകൊണ്ടിരിക്കും. ആ സങ്കീർത്തനം 77-ാം സങ്കീർത്തനത്തില് കണ്ടോ, അത് എഴുതിച്ചത് വായിക്കണം, വായിച്ചാൽ മതി. പലരും പറയും ഈ ദുഷ്ടർക്ക് എന്താണ്, അത് നല്ലവണ്ണം ജീവിക്കണമല്ലേ, നമുക്കാണല്ലോ ഈ പ്രയാസങ്ങളെല്ലാം അല്ലേ പലരും പറയുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞാൽ അവരെങ്ങോട്ടാ പോണത്? പാതാളത്തിലോട്ടാണ്. ഈ സങ്കീർത്തനം 73-ല് ഒന്ന് വായിച്ചിട്ടുണ്ടായി, കേൾക്കട്ടെ. ദൈവം ഇസ്രായേലിന് നല്ലവരാണ്, നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ. എന്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു. എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. പിന്നെ അവർക്ക് തീവ്ര വേദനകളില്ല. അവർക്കൊരു വേദനകളില്ല. എന്താ തീവ്ര? നമുക്കറിയില്ല തീവ്ര വേദന. അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കും. അവരുടെ ശരീരം കടവരൊക്കെ വെച്ച് നടക്കാൻ പാടില്ലല്ലേ? ചേട്ടുപ്പാരിപ്പെടങ്ങൾ കണ്ടതല്ലേ? അതുപോലെ എല്ലാം നടക്കണല്ല. ഉണ്ടോ? ഭയങ്കര തട്ടിയൊക്കെ വെച്ച് ചിലർ കൃത്രിമമായിട്ട് നടക്കും. പ്രഭാഷകൻ 19, 29, 30 3 സംഗതികൾക്ക് മാത്രമേ ഉള്ള വ്യത്യാസം. ഈശോയുടെ കാലത്തുള്ള അതേ ആത്മാവാണോ ഇന്ന്? അതേ വിശുദ്ധരാണോ? അതേ അപ്പോസ്തലന്മാരാണോ? അതേ സ്വർഗമാണോ? അതേ നരകമാണോ? എന്തിനാണ് ഇവര് വ്യത്യാസമുള്ളത്? ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത്. ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം. വേഷം, ചിരി, നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു. ഇതിന് മാത്രമാണ് വ്യത്യാസം. കണ്ടോ? നിങ്ങൾ എവിടെയൊക്കെ ചെന്ന് നോക്കും, റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എയറോഡ്രോമിലോ അല്ലെങ്കിൽ വല്ല എന്റർടൈൻമെന്റ് പ്ലേസിലോ വേഷം, നിങ്ങൾ ആരെ നോക്കിയാണ് ഇരിക്കുന്നത്? പറ, എന്താണല്ലേ? നിങ്ങളെല്ലാം ഇതിന് വേഷം നോക്കിയിരിക്കും ഇല്ലേ? അവിടെ ചിരി നോക്കിയിരിക്കും. പിന്നെ നടപ്പ്, മഹാമേനിക്ക് എങ്ങനെ കൊടുക്കണം അല്ലേ? നിങ്ങളെങ്ങനെ കൊടുക്കും? പലതരത്തിലുള്ള ഇല്ലേ? ഗോവയിൽ ചെന്നല്ല 4 കച്ചവടം തിരിച്ചു പോകും. കാരണം പാലമല ഞങ്ങളൊരു പള്ളിയിൽ ചേർന്നു, ഗോവയിലെ ചാദ്യം. ആ പള്ളിയിൽ ധ്യാനം നടത്തി 6 മണിയായപ്പോഴത്തേക്കും 7 മണിയായി. അപ്പൊ കൈവപ്പ് പ്രാർത്ഥന വന്നു. കൈവപ്പ് പ്രാർത്ഥന വരുമ്പോ ഈ കൃപ ഏത് കൃപയാണ്? കൃപകളിൽ നിങ്ങൾ അറിയണം.
കേട്ടോ? ഈ പുറപ്പാട് 7 8-11 വനത്തില് അഹരോന്റെ വടി മറ്റുള്ള സർപ്പങ്ങളെല്ലാം മന്ത്രവാദികളുടെ സകലത്തിനും എഴുതുന്ന വടിയുണ്ട്. അതാണ് കൃപ. ഈ കൃപ ലോകം ദർശിക്കുമ്പോൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭയം. നിയമാസം 28:10 ഈശ്വരന്റെ നാമം വഹിക്കുമ്പോൾ ലോകം മുഴുവൻ പേടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി 7 മണിക്ക്. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗോവയിലുള്ള സഹോദരികളും സഹോദരന്മാരും അരച്ചുകെട്ടി വീഴാൻ തുടങ്ങി. കേട്ടോ? കൈയൊന്നും വെക്കട്ടെ, അവർക്ക് കൈ പൊക്കി പിടിച്ചാൽ മതി. ഒരു ദിവസം 2 കരങ്ങള്. ഈ കരങ്ങളിൽ കൂടിയാണ്. കരങ്ങൾ എന്താണ്? അത് ഹബക്ക് 3-4 കരങ്ങളാണ് പോകുന്നത്. നമ്മുടെ കരങ്ങളിലെ കൃപയാണ്. അതുകൊണ്ടാണ് കൃപയിലാണ് പോകുന്നത്. അതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ 2 കൊരിന്ത്യർ 12:9 ഞങ്ങൾക്ക് എന്ത് മാത്രം മതി? കൃപ മാത്രം മതി. ഈ കരങ്ങൾ പൊക്കി പിടിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ചു. വാരുന്നില്ല അലച്ചു കേട്ട് താഴെ വീഴാൻ തുടങ്ങി. കണ്ടോ? പിടിക്കാൻ ആളുണ്ടോ? നമ്മുടെ ചില സഭകളൊക്കെ അടിയിലായിരുന്നു. ഇത്തരമുള്ളതിനൊക്കെ ഒന്ന് വീണാല് കണ്ടോ? അവസാനം കുറെ കഴിഞ്ഞപ്പോ 8 മണി കഴിഞ്ഞ് 9 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് അപ്പൊ ആൾക്കാരെ ട്രക്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഷാപ്പിൽ നിന്നല്ല, ബാറിൽ നിന്നല്ല വിളിച്ച്. അവര് കണ്ടിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ ദാനങ്ങളും യോഗന്റെ 4:10 ഞാൻ തന്ന ജലം നീ കുടിച്ചിരുന്നെങ്കിൽ ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. എഫേസ്യർ 1:3 സ്വർഗീയ വരങ്ങളുണ്ട് ദൈവത്തിന്. നമ്മളാണ് പ്രവർത്തിക്കുന്നത് അല്ല. ഇല്ല, കൃപയാണ്. ഈ കൃപ നിങ്ങളിലുണ്ടോ? കൊണ്ട് തരും ദൈവം. അതുകൊണ്ടാണ് മത്തായി 10:8 കിട്ടിയത് അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് ദാനമായി തന്ന് ദാനമായി കൊടുക്കണം. ഒരു 11:30 മണിയായപ്പോഴത്തേക്ക് എല്ലാവരും തളർന്നു. നമ്മുടെ സഹോദരന്മാരെ. കാരണം ഇതിനെയൊക്കെ പൊക്കിയെടുക്കണ്ടേ? കണ്ടോ? ലാഭ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ലോകം പറയുന്നത് എന്താണ്? ലൗകിക മനുഷ്യൻ, ദൈവത്തിന്റെ ദാനങ്ങളോ ഈശോയുടെ ശക്തി അറിയാത്തവര്, വചനം സ്വീകരിക്കാത്തവര്, ഈ ബുദ്ധിയിൽ വചനം കൈകാര്യം ചെയ്യുന്നവര്, അവർക്ക് ആർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ലൂക്കായി 8:10, മത്തായി 11:11, മാർക്കോസ് 4:11. ഇത് വഴിയെന്നാണ്, കൃപയാണ്. കണ്ടോ? ഏറ്റവും എഴുതപ്പെട്ടാലോ? നിങ്ങൾ എഴുതപ്പെട്ടവരുണ്ടോ? ഇല്ല. എളിമില്ലാത്തതുകൊണ്ടാണ്. ഓർത്തിനും ആർക്കും ദൈവം തരുന്നില്ല. ഞാനെന്നും പറഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ പ്രവാചകനാണ്, ഞാൻ ധ്യാനമാണ്, ഞാൻ മറ്റാണ്, ഞാൻ ആത്മീയമാണ്. ദൈവം അതൊന്നും നോക്കില്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. 1 Samuel 16:7